ഗേസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഇന്നൊരു നാടൻ ഊണ് റെഡിയാക്കാൻ പോവാം ഗേസ്. നമ്മൾ നാടൻ ഊണാണ് ഗേസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ ആദ്യത്തെ ഡിഷ് എന്തുവാ? ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ഒഴിച്ച് കറി. അപ്പം എന്തൊക്കെയാണ് അതിന് വേണ്ടത്? ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക. വേണ്ട മുരിങ്ങയ്ക്ക. അപ്പം ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇതെന്തോ ചെയ്യണം? ചക്കക്കുരു വൃത്തിയാക്കി എടുക്കണം. അപ്പം ഇത് വൃത്തിയാക്കണം. അപ്പം എങ്ങനെയാണ് വൃത്തിയാക്കണ്ട? ഇങ്ങനെ ഇതിൻ്റെ തൊലി കളയും. നോക്കി പഠിച്ചോ ഗൈസ്. എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ ഭയങ്കര പാടാം തൊലി പോകാൻ. എളുപ്പവഴിയല്ലേ ഉണ്ടോ? എളുപ്പവഴി എന്തുവാ, ഈ തൊലി കളയണം. അപ്പം വേണ്ട, ഇങ്ങനെയാണ് കേസ് നമ്മൾ വൃത്തിയാക്കേണ്ടത്. അപ്പം അതുപോലെ നമുക്ക് എല്ലാം ചെയ്യണം. ഇച്ചിരി സമയം പിടിക്കും. ഇച്ചിരി സമയം പിടിക്കുമോ? അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് വരാം കേസ്. ഒത്തിരി സമയം എടുക്കുമെന്ന്. എന്തൊക്കെയാണ് നമുക്ക് ഇനി വേണ്ടത്? ചക്കക്കുരു, മുരിങ്ങയ്ക്ക, മാങ്ങ, പച്ചമുളക്. ഇതെല്ലാം അരിഞ്ഞ് മുമ്പേ പറഞ്ഞതാ. വേവിച്ചിട്ട് വരാം. വേവിക്കാൻ പോവാ. ഒറ്റയടിക്കേണ്ട കമത്തിയിട്ടാണ്ട് പുളിയൊക്കെ ചാടിപ്പോയി. ഇനിയും വേവിച്ചിട്ട് വരാം. തോണ്ടകൊണ്ട് വെച്ച് വേവിച്ചാ. ഇനി നമ്മൾ എന്തോ ചെയ്യാൻ പോവാ? അരച്ച് ചേർക്കണം. വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ലേശം ജീരകപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇച്ചിരി വെള്ളം. അരപ്പ് റെഡിയായി. നമ്മളെ ചക്കക്കുരും മാങ്ങയും മുരിങ്ങയ്ക്കയും വെന്തത്തിലേക്ക് അരച്ചതൊഴിക്കുകയാണ്. ഒഴിക്കട്ടെ. ഒഴിച്ച് ഗൈസ്. നമ്മളെന്താ ചെയ്യണം? കടുക് താളിക്കണം. അത് കൂടെ ചെയ്ത കറി റെഡി. നമ്മുടെ ഊണിൻ്റെ ആദ്യത്തെ കറി റെഡിയാവും താളിച്ച് കഴിഞ്ഞാൽ. അടുത്തത് ഇത് മീൻ. ഇനി നമ്മൾ മീൻ കറിയാണ് ഗേസ് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻ കറിയല്ല, പറ്റിക്കുകയാണ്. ചെറിയുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, മാങ്ങ. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുകയാണ്. കുറച്ച് തേങ്ങ,
കുറച്ച് ഉപ്പ്. മീനിൻ്റെ കേസ് ഇവിടെ ഇരിക്കുന്നു. എന്താ ലേശം ഉലുവാപ്പൊടി. ഉലുവപ്പൊടി കേസ്. ഇത് മിക്സ് ചെയ്യുവാണ്. നമ്മൾ ഇലയിലാണോ ഉണ്ടാക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ലേശം എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് ഇല ഉണ്ട് ചട്ടീനകത്തോട്ട് കയറ്റി വെച്ച് മീൻ ഇതിലേക്ക് ഇടുവാണ്. മീൻ ഇതിലേക്ക് ഇടാണ് കേസ്. മീനിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ചെറിയ മീനാണ്. മീനിൻ്റെ പേരറിഞ്ഞിടുന്നില്ല കേസ്. ചട്ടിയിലേക്ക് ഇടുവാണ്. ഇലയുടെ മണോ ഒക്കെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യൽ പറ്റിച്ച മീനാണോ ഉണ്ടാക്കുന്നത്? അപ്പോൾ നമ്മൾ സ്പെഷ്യൽ പറ്റിച്ച മീനാണ് കേസ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇത് വേവിക്കണം. അപ്പോൾ നമ്മൾ വേവിക്കണം കേസ്. അപ്പോൾ വേവിച്ചിട്ട് കാണാം. ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എന്താ? കറിക്ക് താളിക്കണം. അപ്പം നമുക്ക് ഈ കറിക്ക് താളിക്കണം കേസ്. അപ്പം അതിനെന്താണ് വേണ്ടത്? ചൂടാകട്ടെ. കറി ഒന്ന് ജസ്റ്റ് ചൂടാക്കണം. വേണ്ട കേസ്. മീൻ കറി മീൻ പറ്റിച്ചത് കറി വേണ്ട. നമ്മൾ അടുപ്പിൽ പാത്രം വെച്ച് ഇത് കത്തിച്ച് കേസ്. ഇതിലോട്ട് ആദ്യം എന്താണ് വേണ്ടത്? എണ്ണ ഒഴിച്ചോ? വേണ്ട, എണ്ണ ഒഴിക്കാൻ പോവാണ് കേസ്. എണ്ണ ഒഴിച്ചു. കടുകിട്ട് കേസ്. വറ്റൽമുളകിട്ടു. കരിവേപ്പില ഇട്ട് കേസ്.
അത് ഇതിനകത്തോട്ട് ഒഴിച്ച് കേസ് ഇളക്കുവാണ്. ഇളക്കി അപ്പം നമ്മുടെ ഈ ഡിഷ് റെഡിയായോ? നമ്മുടെ ഫസ്റ്റ് ഡിഷ് റെഡിയായി കേസ്. ഇനി നമുക്ക് മീൻകറി. അതിലിനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അപ്പം അതും ഇപ്പം റെഡിയാവും കേസ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പപ്പടം കാച്ചണം. പപ്പടം കാച്ചാൻ പോവാണ് കേസ്. കോവയ്ക്ക മെഴുക്ക് ഇറക്കി വെക്കാൻ പോവാണ്. പപ്പടം കാച്ചുന്നതിന് മുമ്പ് പുരട്ടി വെച്ചിട്ട് പപ്പടം കാച്ച. കോവയ്ക്ക അരിഞ്ഞ് കേസ്. അപ്പം എന്നാണ്ട് ഇതുപോലെ ഇത്ര അരിഞ്ഞിട്ട് കാണാം. നമ്മൾ അരിഞ്ഞ് അതിനകത്തോട്ട് ഉള്ളി ഇടുകയാണ് കേസ്. ഉള്ളി അരിഞ്ഞിടുകയാണ്. കത്തിച്ച് കേസ് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുകയാണ്. ഇനി എന്താ ചെയ്യണം? ഉപ്പ് അത് പതുക്കെ വഴണ്ട് ഇട്ട് കേസ്. ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേഗം. ഇനിയും വേവണം. വെന്തിട്ട് കാണാം. ഇന്നത്തെ ഡിഷ് റെഡിയായ ദാണ്ട കേസ്. അപ്പം നമുക്കിത് വിളമ്പാം. മീൻ കത്തിച്ചത്, മെഴുക്ക് വരട്ടി, ഒരു ചെറിയ നാടൻ ഊണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിഷ് റെഡി ഗേസ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.